ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബിഗിനേഴ്സ് മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യുന്നതും കാജലൊക്കെ എഴുതുന്നതും ഒക്കെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ ബിഗിനർ എന്ന നിലയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെ അവരെങ്ങനെയാണ് നോക്കുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഐറ്റംസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഡാസിലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഐബ്രോസിൽ ആദ്യം ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരു ഡോട്ട് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ ഇവിടെ ഇങ്ങനെ, പിന്നെ ഈ എൻഡ് ഭാഗത്ത് പിന്നാണ്ട് ഇവിടെ. അതിനുശേഷം ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഈ താഴേന്നും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇടയ്ക്കൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ രണ്ട് സൈഡിലും ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക, ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷം ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഐബ്രോസിലൊക്കെ നന്നായിട്ട് ഹെയറൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പാണ്. ഞാനിപ്പം ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറുള്ളൂ. കാരണം നന്നായിട്ട് എടുത്തറിയാൻ പറ്റും നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും. കണ്ടോ, ഫില്ല് ചെയ്തതും ഫില്ല് ചെയ്യാത്തതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇനി ഞാനിതൊന്ന് ഷേപ്പിൽ ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം ഷേപ്പ് ചെയ്ത് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒന്ന് ശരിക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ ഡിഫറൻസ് നോക്കും നിങ്ങൾ, നല്ല ഡിഫറൻസ് ഇല്ലേ? വേറൊരു രീതിയിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കളേഴ്സ് ക്യൂവിൻ്റെ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കളേഴ്സ് ക്യൂവിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ലൈൻസ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എനിക്കിവിടെ ഐബ്രോസ് അവിടെ സംഭവം കിളിക്കാറില്ല എപ്പോഴും. എന്തൊക്കെ ചെയ്താലും അവിടെ ക്ലിക്കില്ല. ഞാൻ അതിനെ അവിടെ ഐബ്രോ പെൻസിൽ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടവും ഇങ്ങനെ ഫില്ലായിട്ടിരിക്കും. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ആ ബ്രഷ് കൊണ്ടൊന്ന് ചീവി കൊടുക്കുക. കണ്ടോ, രണ്ടും രണ്ട് രീതിയിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ലൈൻ ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇതാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. നമുക്ക് അടുത്തതായിട്ട് കാജൽ എഴുതുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഹൈടെക്സിൻ്റെ കാജലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ആ മേക്കപ്പ് കിറ്റിനകത്ത്, ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് എല്ലാവരും കാണുന്നതെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കാണുക. അതിനുശേഷം വന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു
സ്മോക്കി ഐസ് പോലെ താഴ്ഭാഗം ഇങ്ങനെ ഇതാക്കിയിട്ടാണ് ഇപ്പം എഴുതി കാണിക്കുന്നത്. അതിനുശേഷം ഒരു ബഡ്സ് എടുക്കുക. ആ ബഡ്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഈ ഒരു സൈഡിൽ മാത്രമേ ഞാൻ എഴുതി കൊടുക്കുന്നുള്ളൂ, മുകളിൽ ലൈറ്റായിട്ട്. മുകളിൽ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ബഡ്സ് താഴ്പോയി. ഇതുപോലെ തന്നെ ഒന്ന് ഈ ഒരു ടെക്സിൻ്റെ പെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മതി. ഭയങ്കര ഒരു എന്താ ഡാർക്കായിട്ട് അങ്ങ് ഇരിക്കും. പക്ഷെ ഒരുപാട് നേരമൊന്നും ലോങ് സ്റ്റേ ഒന്നും ഇല്ല സംഭവത്തിന്. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഐ ലുക്ക്. പിന്നെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ഐ മേക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പിരികെ എഴുതിയതിൽ ഏത് രീതിയിലാണ് എഴുതിയെന്നുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കണ്ണെഴുതുന്ന വേറെ പല രീതികളുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും വരും എപ്പിസോഡുകളിലൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.